നമുക്കറിയാം മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ വേദനയോടിരിക്കുമ്പോൾ ആ മനുഷ്യനെ വീണ്ടും ഒത്തിരി കുത്തി നോവിപ്പിക്കുന്ന വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഈ ലോകത്തുണ്ട്. നിനക്കറിയാമോ, ഒരു പഴഞ്ചൊല്ല് പറയുന്നത് ഇങ്ങനെയാണ്: എരുതിയിൽ എണ്ണ ഒഴിക്കുന്നൊരു പ്രവണത. എന്ന് ഒരുവനെ ഒത്തിരി പ്രശ്നമായി കഴിഞ്ഞാൽ അവനെ വീണ്ടും വേദനിപ്പിക്കുന്ന രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു സംഭവമുണ്ട്. നമുക്കറിയാം, ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മ, മകൻ നഷ്ടപ്പെട്ട അപ്പൻ, ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യ, അപ്പം നഷ്ടപ്പെട്ട കുഞ്ഞ്, പ്രിയപ്പെട്ട സഹോദരൻ നഷ്ടപ്പെട്ട സഹോദരി, അതുപോലെ സ്നേഹാദരവോടുകൂടെ കളിച്ചിടന്ന കൂട്ടുകാരൻ നഷ്ടപ്പെട്ട സഹോദരന്മാർ, അതുപോലെ പ്രിയ ബന്ധു നഷ്ടപ്പെട്ട ബന്ധുമിത്രാദികൾ, അതുപോലെ ദേശക്കാർക്ക് സഹവാസി നഷ്ടപ്പെട്ട ആ ഒരു നീറുന്ന അനുഭവം, ഇതെല്ലാം സംഭവിക്കുമ്പോഴും നമുക്കറിയാം എല്ലാവരും ഒരുപോലെ പ്രിയ അർജുൻ എന്ന് പറയുന്ന സഹോദരൻ്റെ ധിരോധാനത്തിൽ ഭയങ്കരമായ വേദനയോടുകൂടെയും ഒറ്റിരിക്കുകയാണ്. നമുക്കറിയാം, ലോകത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മലയാളി സമൂഹമല്ല എങ്കിൽ, മലയാളികളല്ലാതിരുന്നിരുന്നു എങ്കിൽ ഇത്രയേറെ കാത്തിരിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകില്ല. വേറെ ഏത് സംസ്ഥാനമായാലും, ഈ കേരളമല്ലാതെ വേറെ ഏത് സംസ്ഥാനമായാലും, മറ്റേത് രാജ്യം, ഇന്ത്യ അല്ലാതെ വേറെ രാജ്യമായാലും, ഞാൻ പറയട്ടെ, ഇത് ഒരു ചെറിയ ആക്സിഡൻ്റായി കളഞ്ഞ് അങ്ങ് വിളിച്ചേ. പക്ഷേ മലയാളിയുടെ ഒറ്റക്കെട്ടായുള്ള കാത്തിരിപ്പും ആണ് ഈ കർണാടക ഗവൺമെൻറ്റിനെ ഉത്സാഹമാക്കി തീർത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും പ്രശ്നങ്ങൾ സ്നേഹത്തോടുകൂടി മനുഷ്യനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മലയാളി സമൂഹം ആ കുടുംബത്തോടാണ്. പക്ഷെ ഒരാൾക്ക് മാത്രം ആ കുടുംബത്തോട് വലിയ ബഹുമാനമോ സ്നേഹാദരവോ മനസ്സൊരുവില്ല. അവരുടെ വാക്കിൽ നമുക്കറിയാം, അവിടെ ആംഗ്യഭാഷ, അവിടെ ശാരീരിക ഘടന, ഇതിലൊക്കെ നമുക്ക് മനസ്സിലാകും. ഞാൻ പറയുന്നത് കർമ്മ ന്യൂസിനെ കുറിച്ചാണ്. ഇത്രയേറെ അവഗണിപ്പിക്കപ്പെടാൻ പോകുന്ന ഒരു ന്യൂസായി ഈ കർമ്മ ന്യൂസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വാർത്ത കർമ്മ ന്യൂസ് ഈ കുടുംബത്തിനെതിരെ അമ്മ ചങ്ക് പൊട്ടിയിരിക്കുന്ന മാതാവ് ഇതിൻ്റെ അധരങ്ങളിൽ നിന്ന് കൊണ്ടുപോയ ഒരു വാക്കാണത്. അവിടെ പറയുന്ന കൂടെ ഒരു സഹോദരിയും ഈ മാതാവിന് ചെവിയിൽ പറഞ്ഞു കൊടുത്ത വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് അതിലിങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം അവർ പ്രിപ്പയർഡൊന്നും അല്ലത്. അവർ പറയാനുള്ള കാര്യം ഇങ്ങനെയാണ്. അങ്ങനെയെങ്കിലും അവർ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ മറ്റു സംവിധാനങ്ങളോട് കൂടെയെങ്കിലും വന്ന് അവർ ആ മറ്റ് അവനെ കണ്ടെത്തുവാനുള്ള കാര്യങ്ങൾ ഏർപ്പെടുവാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്. അത്രത്തോളം അതിങ്ങനെ പറയാൻ കാര്യം, അല്ലാതെ ഒരു മിലിറ്ററിക്കെതിരെയോ ഒന്നും മനഃപൂർവ്വം പറഞ്ഞതല്ല. പക്ഷെ അതിലെ കർമ്മ ന്യൂസ്, ഈ ന്യൂസ് മാത്രം ഈ കുടുംബത്തിനെതിരെ ഭയങ്കരമായി അവരെ അവഗണിച്ചുകൊണ്ട് ഭയങ്കരമായി എടുത്ത് ഭയങ്കരമായി സമൂഹത്തെ അവരെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. അവതാരകൻ്റെ ആംഗ്യഭാഷ കണ്ടിട്ടുണ്ടോ, മുഖഭാവം കണ്ടിട്ടുണ്ടോ? എന്നൊരു പ്രതികാര ബുദ്ധിയോടുകൂടെയാണ് കുടുംബത്തിനെതിരെ ഈ കർമ്മ ന്യൂസ് സംസാരിക്കുകയും കർമ്മ ന്യൂസ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഈ കർമ്മ ന്യൂസിൻ്റെ അണിയറക്കാർ നൽകാതെ, കർമ്മ ന്യൂസിൻ്റെ അണിയറക്കാർ ഇത് കൈമാറാതെ ഇതിലെ അവതാരകർക്ക് അത് പറയാൻ കഴിയില്ല. ഞാൻ പറയുന്നു, കർമ്മ ന്യൂസിൻ്റെ അവതാരകർ പറയുക, അതിന് അണിയറക്കാർ നിങ്ങൾക്ക് അതിൻ്റെതായ സ്റ്റഡി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് കുടുംബമുണ്ട്, നിങ്ങൾക്ക് അപ്പനും അമ്മയും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമുണ്ട്. അതേ ഒരു വേദനയോടുകൂടി ഈ കുടുംബത്തെ നിങ്ങൾ കാണും. മറ്റുള്ളവർ നിങ്ങളെ അത് പറയിപ്പിക്കുന്ന രാഷ്ട്രീയ അജണ്ടയാണ് എന്ന് പറഞ്ഞാൽ സൈന്യത്തെ അവർ അധിക്ഷേപിച്ചതല്ല, അവരുടെ വേദന കൊണ്ട് അവരെങ്കിൽ അങ്ങനെ പറയുമ്പോഴെങ്കിലും മറ്റു സംവിധാനങ്ങൾ, അല്പകൂടെ സംവിധാനങ്ങളൂടെ വന്ന് ആ ചെറുക്കനെ കണ്ടുകിട്ടട്ടെ, മകനെ കണ്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത്. ഈ കർമ്മ ന്യൂസ് ഒന്നും രണ്ടും പറഞ്ഞതല്ല. കർമ്മ ന്യൂസ് കുടുംബത്തിന് മാത്രമല്ല, കർമ്മ ന്യൂസ് പലർക്കുമെതിരെ ഇതുപോലെ അവരെ ഭയങ്കരമായി അധിക്ഷേപിക്കത്തക്ക രീതിയിൽ കർമ്മ ന്യൂസ് ഇങ്ങനെ സംസാരിക്കുകയും ന്യൂസ് പടച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. ഈ കർമ്മ ന്യൂസിൻ്റെ ഈ പ്രവണതയ്ക്കെതിരെ, കർമ്മ ന്യൂസിൻ്റെ സത്യമല്ലാത്ത വാശിയോടും വൈരാഗ്യത്തോടും അധിക്ഷേപത്തോടും ഒരുവനെ നശിപ്പിക്കുന്ന രാഷ്ട്രീയ അജണ്ടയോടുകൂടെ പ്രവർത്തിക്കുന്ന ഈ കർമ്മ ന്യൂസിനെ മലയാളി ഒറ്റപ്പെടുത്തണമെന്ന് മാത്രം പറയാനാണ് ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത്, ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. ഈ കർമ്മ ന്യൂസിൻ്റെ ഈ പ്രവണത ശരിയല്ല. നാം
ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു രാഷ്ട്രം, ഒരു പാർട്ടിയോ രാഷ്ട്രീയമോ നോക്കാതെ ഒരു മനുഷ്യനാണെന്നുള്ള ഒരു പരിഗണന കൊടുത്ത് ആ കുടുംബത്തിലെ ഏക അത്താണിയായ മകൻ നഷ്ടപ്പെട്ട കുടുംബത്തിൻ്റെ കുടുംബ അംഗങ്ങൾ ഓർത്തുകൊണ്ട് ഈ കർമ്മന്യൂസിൻ്റെ ഈ വാക്കിനെതിരെ, ഈ പ്രവൃത്തിക്കെതിരെ, ഈ സംസാരത്തിനെതിരെ ഞങ്ങൾ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് കർമ്മന്യൂസിനെതിരെ പ്രതിഷേധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കിൽ വിരമിക്കുകയാണ്. നിങ്ങളെ അത് ഷെയർ ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ദയവേത് ഇതിൽ അംഗീകരിക്കുകയും ഈ കർമ്മന്യൂസിൻ്റെ ഈ വാർത്ത, എതിരെയുള്ള വാർത്ത നിങ്ങൾ എല്ലാവരും അറിയിക്കുകയും ചെയ്യണമെന്ന് അർപ്പിക്കുകയാണ്.